जयो बिहारी जय पीतन वल्लभा जयो गिरिवासदासी जयो गिरिवासदासी जय गोपीजन वल्लभा जयो गिरिवासदासी जयो गिरिवासदासी जयो यशोदानन्दना जयो व्रजन सजना जयो यशोदानन्दना जयो व्रजन सजना जयो यमुनश्रवणकाशी जयो कुञ्ज विहारी जयो यमुनतीरवनचारी जयो कुञ्ज विहारी हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे जयो जगन्नाथ जयो जगन्नाथ बलदेव जय सुभद्रमा जय राम जय कृष्ण बलराम जय कृष्ण बलराम जय प्रभुपादा जय प्रभुपादा प्रभुपादा जय प्रभुपाद जय गुरुदेवा जय गुरुदेवा गुरुदेवा जय गुरुदेवा। हरिनाम संकीर्तन महाराज की जय। श्रीमद् भागवत भगवद गीता पढ़ने की जय। श्रील प्रभुपाद की जय। श्री गुरुदेव की जय। गौर ब्रह्मानंदे हरि हरि बोल। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതത്തില് അവതാരികയിൽ 53-ാമത്തെ പേജ്, ശ്രീമദ് ഭഗവത്ഗീത ശ്രീമദ് ഭാഗവത 53-ാമത്തെ പേജില് 2-ാമത്തെ പാരഗ്രാഫ് മുതലാണ് അവതാരികയിൽ നിന്നും ശ്രീമദ് ഭാഗവത സ്കന്ധം 1-ൽ വായിക്കുന്നത്. ഞാൻ വായിക്കാം, ഭക്തജനങ്ങൾ കേൾക്കുക. ഭക്തിയുക്ത സേവനത്തെ ഒരു പടർ വള്ളിയോടെ ഉപമിച്ചുകൊണ്ട് മഹാപ്രഭു രൂപഗോസ്വാമിക്ക് വിലയേറിയ ഉപദേശങ്ങൾ നൽകി. ഭക്തിലതയെ മതയാനയാകുന്ന ശുദ്ധഭക്ത അപരാധത്തിൽ നിന്നും സസൂക്ഷ്മം സംരക്ഷിക്കണമെന്ന് മഹാപ്രഭു ഉപദേശിച്ചു. ഇതിനു പുറമെ ഇന്ദ്രിയ സുഖ അഭിലാഷം, അദ്വൈതവാദമുക്തി, ഹഠയോഗ പരിപൂർണത എന്നിവയിൽ നിന്നൊക്കെ ഭക്തിലതയെ സംരക്ഷിക്കേണ്ടതാണ്. ഭക്തിയുക്ത സേവന മാർഗത്തിന് ഹാനികരമാണ് ഇവയൊക്കെ. അതുപോലെ തന്നെ ജീവജാലങ്ങളോടുള്ള ക്രൂരത, ഭൗതിക ലാഭേച്ഛ, ഭൗതിക അംഗീകാരത്തിനും ഭൗതിക പ്രശസ്തിക്കുമുള്ള ആഗ്രഹം, ഇവയെല്ലാം ഭക്തി അഥവാ ഭാഗവത ധർമ്മത്തെ അപായപ്പെടുത്തുന്നതാണ്. ഓമജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുമിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീദപാദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഗഗണ രഘുനാനിതം ത്വം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സഗണ ലളിത ശ്രീ വിശാഖാനിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമസ്തേ. സപ്തകാഞ്ചന ഗൗരാംഗീരാധേ വൃന്ദേവനേശ്വരി വിഷവാനു ശ്രീദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമിനെ ഗരിച്ചേ നമഃ. നമോ ബ്രാഹ്മണ ദേവായ ഗോബ്രാഹ്മണ ഹിതായ ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ.
വഞ്ചാകൽപിതരൂപേച്ച കൃപാസിന്ധുഭേവച്ച പദാനാം പാവിനേഭോ വൈഷ്ണവേഭോ നമോ നമഃ. നമാവോം വിഷ്ണുപദായ കൃഷ്ണപ്രഷ്ടായ ബുധലി ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമി ഇതിനാമിനി. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമാവോം ശുദ്ധായ കൃഷ്ണപ്രഷ്ടായ ബുധലി ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമിനാമിനി. നമാമി മൂർധന്യ ചരണാരവിന്ദേ ശ്രീ ഭാഗവത സമേതേ പ്രചാരണ ലോകധാരണി ശ്രീ മഹാവിഷ്ണു ഗോസ്വാമി. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഭഗവാന്റെ കൃപ കൊണ്ട് ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ അവതാരികയിൽ അവസാനത്തെ ഏകദേശം അവസാനം എത്തിയ ഭാഗത്തിൽ നിന്നുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിന്റെ കഴിഞ്ഞ പാരഗ്രാഫിന്റെ പിന്തുടർച്ചയായി ഇന്നത്തെ ഈ ശ്ലോകത്തിൽ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ വിലപ്പെട്ട ഉപദേശങ്ങൾ രൂപഗോസ്വാമിക്കും സനാതന ഗോസ്വാമിക്കും തരുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ പാരഗ്രാഫ് വായിക്കുന്നത്. ആ ഡിസ്കഷനിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു ഭക്തിയുക്ത സേവനത്തെ ഒരു വള്ളിച്ചെടി, പടർ വള്ളിച്ചെടിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും കുറെ 16ഓളം പോയിന്റ്സ് എങ്ങനെയാണ് നമ്മുടെ ഭക്തിയുക്ത സേവനത്തിനെ, ഭക്തിലതയെ, നമ്മുടെ ഉള്ള ഭക്തിയെ വളർത്തിക്കൊണ്ടുവരേണ്ടത്, അത് ഏതൊക്കെ പാഴ്ചെടികളിൽ നിന്നും കളകളിൽ നിന്നും അതിനെ മാറ്റി പറിച്ച് നടണമെന്നും എങ്ങനെയാണ് വേലി കെട്ടി ആ ചെടിയെ വളർത്തേണ്ടതും എന്നൊക്കെയാണ് ഉപദേശം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന കുറെ പോയിന്റ്സ് എന്തെന്നാൽ, ശുദ്ധഭക്ത അപരാധത്തിൽ നിന്നും സസൂക്ഷ്മം സംരക്ഷിക്കണമെന്നാണ്. നമ്മൾ ഭക്തിയിൽ വളർന്നു വരുമ്പോൾ നമ്മൾ ഭക്ത ജനങ്ങൾക്കെതിരെ നമ്മൾ എന്തെങ്കിലും അപരാധങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ഉടനെ തന്നെ നമ്മുടെ ഭക്തിയിൽ നാമജപത്തിന്റെ ടേസ്റ്റ് കുറയുകയും ഭക്തിയുക്ത ഭഗവത് സേവനത്തിൽ നിന്നും നമ്മൾ പുറകോട്ട് അടിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ശ്രീ പത്മപുരാണത്തില് 10 അപരാധങ്ങൾ പറയുന്നതിൽ ആദ്യത്തെ അപരാധം എന്ന് പറയപ്പെടുന്നത് ഭഗവാന്റെ സേവനത്തിനായി അവരുടെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച ഭക്തന്മാരെ നിന്ദിക്കുക എന്നുള്ളത് 10 അപരാധങ്ങളിൽ ആദ്യത്തെ അപരാധം. അപ്പൊ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ആരെങ്കിലും അവരുടെ ജീവിതം കൈമൈ മറന്ന് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വാക്ക്, പ്രവൃത്തി, ശരീരം ഇവ ഭഗവാന്റെ ഭക്തിയുക്ത ഭഗവത് സേവനത്തിന് വേണ്ടിയും ഹരിയുടെ തിരുനാമ ജപ പ്രചരണത്തിന് വേണ്ടിയും സമർപ്പണം ചെയ്തിട്ടുള്ള ഒരു ഭക്തന്മാരെ ഒരു കാരണവശാലും നമ്മൾ നിന്ദിക്കാൻ പാടില്ല, അപരാധം ചെയ്യരുത്. അങ്ങനെ അപരാധം ചെയ്യുന്ന പക്ഷം ഉടനെ തന്നെ നമ്മുടെ ഭക്തിയിൽ ടേസ്റ്റ് കുറയും, സ്വാഭാവികമായിട്ടും ടേസ്റ്റ് കുറയും. ഉദാഹരണത്തിന് ഒരിക്കൽ ഇതുവരെ ബന്ധപ്പെട്ട് 1-2 കഥ പറയാൻ പറ്റും. ഒരു അത് ഇന്നത്തെ ദിവസം ഞാൻ പറയുന്നില്ല, ഇന്ന് കുറച്ച് നേരത്തെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മറ്റൊരു ദിവസം ആ ക്ലാസ്സിൽ ആ കഥ പറയുന്നതാണ്. ഒരു നമ്മുടെ മനസ്സിലെ ഒരു ചിന്ത പോലും ഒരു ശുദ്ധ ഭക്തന്മാർക്കെതിരെ മോശമായിട്ട് ഒരു ചിന്ത പോലും വന്നാൽ കൂടി നമ്മുടെ ഭക്തി അത് ബാധിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരിക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ വാക്കുകൾ കൊണ്ട് ഒരു നിന്ദ പ്രവൃത്തി വരാനും പാടില്ല, നമ്മുടെ പ്രവൃത്തി കൊണ്ടും ഒരു നിന്ദ പ്രവൃത്തി വരാൻ പാടില്ല. എപ്പോഴും നമ്മൾ ശുദ്ധമാക്കി വെക്കേണ്ടത് 3 കാര്യങ്ങളെയാണ്: നമ്മുടെ മനസ്സ്, നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി. ഈ 3 സംഭവം കൊണ്ടും നമ്മൾ ഒരിക്കലും ആരോടും അപരാധം ചെയ്യും. നമ്മൾ ശ്രീമദ് ഭാഗവതം മൊത്തം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് 116 പ്രേയറുകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. ആ ഓരോ പ്രാർത്ഥനയിലും കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്തെന്നാൽ, ഭഗവാനോട് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഭഗവാനെ എൻ്റെ മനസ്സുകൊണ്ട്, ഭഗവാനെ എൻ്റെ വാക്കുകൊണ്ട്, ഭഗവാനെ എൻ്റെ ശരീരം കൊണ്ട് എനിക്ക് അങ്ങയുടെ സേവനത്തിൽ ഏർപ്പെടാൻ കഴിയണമേ എന്നാണ്. അപ്പൊ ഈ മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിന് പരിപൂർണ റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരു ഭക്തനെ ഭക്തിയിൽ ഉയരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ മനസ്സുകൊണ്ട്, അല്ലെങ്കിൽ മനസ്സുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വാക്കുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ശരീരം കൊണ്ട് ഒരിക്കലും ഒരു ശുദ്ധഭക്തനെതിരെ ഒരു അപരാധവും ചെയ്യാൻ പാടില്ല. എങ്കിൽ നമ്മുടെ ഭക്തിലത താഴോട്ട് പോകും, വളരത്തില്ല. അടുത്തത് ചൈതന്യ മഹാപ്രഭു പറഞ്ഞത് ഇന്ദ്രിയ സുഖ അഭിലാഷം. നമ്മുടെ ഭക്തിയിൽ നമുക്ക് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ഇന്ദ്രിയങ്ങളുടെ ഇഷ്ട വിഷയത്തിലേക്ക് സഞ്ചരിക്കുന്നതിനെ കടിഞ്ഞാണിട്ട് പിടിക്കേണ്ടതുണ്ട്. കാരണം ഇന്ദ്രിയ സുഖ അഭിലാഷത്തിന്റെ പുറകെ പോവുകയാണെങ്കിൽ നമുക്ക് ഭക്തിയിൽ നമ്മൾ താഴോട്ട് പോകും. അതേപോലെ മറ്റൊരു പോയിന്റ് ആയിട്ട് പറയുന്നത്, അത് 2ാമത്തെ പോയിന്റ് ആണ്. 3ാമത്തെ പോയിന്റ്, ഭക്തിയിൽ ഉയരുന്ന ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അദ്വൈതവാദ മുക്തി എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ചൈതന്യ മഹാപ്രഭുവിന്റെ ഫോളോവേഴ്സ് ഫോളോ ചെയ്യുന്ന ഫിലോസഫി എന്ന് പറയുന്നത് അചിന്ത്യ ഭേദ അഭേദ തത്വം എന്നാണ്. എന്നാൽ മറ്റുള്ള തത്വങ്ങളുണ്ട്, അദ്വൈത തത്വങ്ങൾ, ദ്വൈത തത്വങ്ങൾ, വിശിഷ്ട അദ്വൈത തത്വങ്ങൾ, അങ്ങനെ മായാവാദ തത്വങ്ങൾ എന്നിങ്ങനെ ഒരുപാട് തത്വങ്ങൾ ഈവൻ കലിയുഗത്തില് ഈവൻ ശാസ്ത്രം കോട്ടയത് തന്നെ അവരെ ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടിയുള്ള ദോഷവശങ്ങൾ
ഈ പറഞ്ഞ എക്സ്പ്ലനേഷനുകളിലുണ്ട്. അപ്പൊ ആരെങ്കിലും അദ്വൈതം സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഇവൻ ഭാഗവതം, ഭഗവത്ഗീത ഇത്യാദി ഗ്രന്ഥങ്ങളെ സ്പോട്ട് ചെയ്താണ് സംസാരിക്കുകയാണെങ്കിൽ കൂടിയും അദ്വൈതവാദമാണെങ്കിൽ നമ്മളത് കേൾക്കാൻ പാടില്ല എന്ന് ചൈതന്യ മഹാപ്രഭു വിലക്കിയിട്ടുണ്ട്. ആരാണോ അദ്വൈതം കേൾക്കുന്നത് അവർ സർവ വിനാശം, അവർക്ക് ഉടനെ വിനാശത്തിലേക്ക് അവർ പോകുമെന്നാണ് പറയുന്നത്. കാരണം ഭാഗവതം, ഭഗവത്ഗീത ഇത്യാദി ഗ്രന്ഥങ്ങളിലൂടെയാണ് ഭഗവാനിലെ നമുക്ക് എത്താൻ പറ്റുന്നത്. എന്നാൽ അദ്വൈതം കലിയുഗത്തിന്റെ സ്വാധീനം കൊണ്ട് ആ ശാസ്ത്രത്തിലൂടെ കൂടി നമ്മളെ ഭഗവാൻ എത്താൻ സമ്മതിക്കാതെ നമ്മളെ മാറ്റി നിർത്തും. അതുകൊണ്ട് അദ്വൈതവാദം ഒരിക്കലും നമ്മൾ കേൾക്കാൻ പാടില്ല എന്ന് ചൈതന്യ മഹാപ്രഭു വിലക്കിയിട്ടുണ്ട്. അങ്ങനെ അദ്വൈതത്തിന് എന്തുകൊണ്ട് അങ്ങനെ വിലക്കിയിട്ടുണ്ട് എന്നതിനെ കുറിച്ച് ഒരുപാട് കഥകൾ നമുക്ക് പറയാൻ പറ്റും. ഈവൻ അദ്വൈതവാദിയായ ശങ്കരാചാര്യറിനെ ഭാഗവതം തൊടാൻ ഭഗവാൻ സമ്മതിച്ചിട്ടില്ല. അദ്ദേഹം ഭാഗവതത്തിന് ഭാഷ്യം എഴുതാൻ സമ്മതിച്ചിട്ടില്ല. അപ്പോ ശ്രീമദ് ഭാഗവതം ഇപ്പോഴും അമല പുരാണമായി അദ്വൈതത്തിന് ടച്ച് ചെയ്യാതെ നിലനിൽക്കുന്നു. ഈവൻ അദ്വൈതവാദികളായ ആൾക്കാർക്ക് പോലും ഉത്തരം പറയേണ്ടതുണ്ട്. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ എന്നുള്ള രീതിയിൽ ശങ്കരാചാര്യർ എഴുതിയ ആ ഗോവിന്ദ നാമ മഹാത്മ്യത്തിനെ കുറിച്ച് എന്ത് പറയാനാണ്? നഹി നഹി രക്ഷ്യത്തെ രിഗുരുഞ്ചകരണം. നിങ്ങളുടെ വ്യാകരണ ശാസ്ത്രമോ വേദ പഠനമോ ഒന്നും നിങ്ങളെ രക്ഷിക്കത്തില്ല. ഭഗവാന്റെ തിരുനാമജപം, ഗോവിന്ദന്റെ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം എന്ന് തന്നെ പറയുന്നു. അപ്പൊ ഗോവിന്ദനെ ഭജിക്കുക എന്ന് തന്നെയാണ് മനുഷ്യജീവിതത്തിന്റെ ശരിയായ ലക്ഷ്യമെന്നും അദ്വൈതവാദം അല്ല എന്നും ശങ്കരാചാര്യർ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരിക്കൽ ശങ്കരാചാര്യർ നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുകളിലൂടെ പോയപ്പോൾ ഭഗവാനെ വേണ്ട വിധം മതിക്കാത്തത് കൊണ്ട് ഉടനെ അദ്ദേഹത്തിന്റെ എല്ലാ സിദ്ധികളും നഷ്ടപ്പെടും, മൂക്കുകുത്തിന് പതിച്ചു എന്നുള്ളതിന്റെ തെളിവായി ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അവിടെ ശങ്കരാചാര്യർ വീണ സ്ഥലം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അദ്വൈതവാദം ഒരിക്കലും നമുക്ക് ഭഗവാനിലേക്ക് ഭക്തി ഊട്ടിയുറപ്പിക്കാൻ ഉപകാരപ്പെടുത്തില്ല. അതുകൊണ്ട് അദ്വൈതവാദത്തിൽ നിന്നും നമ്മൾ മാറി നിൽക്കണമെന്നും ചൈതന്യ മഹാപ്രഭു ഉപദേശിച്ചിട്ടുണ്ട്. അതുപോലെ ഹഠയോഗ പരിപൂർണത. ഹഠയോഗ എന്ന് പറയുന്നത് ഇന്ന് യോഗകളെല്ലാം തട്ടുകടയിൽ ദോശ ചുടും പോലെ എല്ലായിടത്തും യോഗയുടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. എന്നാൽ യോഗ എന്ന വാക്കിനർത്ഥം ജീവാത്മാവിനെ പരമാത്മാവിനുമായി ബന്ധിപ്പിക്കുന്നത് എന്നുള്ളത് മറന്നുപോയി. ഇന്ന് എല്ലാവരും ശാരീരികമായ എക്സർസൈസ് ആണ് യോഗ എന്ന് മനസ്സിലാക്കുന്ന ലെവലിലേക്ക് യോഗ കലിയുഗത്തിൽ അധപതിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോഗയുടെ കള്ളനാണയങ്ങളെ തിരിച്ചറിഞ്ഞ് ഹഠയോഗ പരിപൂർണത എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭഗവാന്റെ ഭക്തിയിൽ നിന്നും ജീവാത്മാവിന് പരമാത്മാവുമായിട്ടുള്ള ആത്മബന്ധത്തിൽ നിന്നും ഊട്ടി ഉറപ്പിക്കുന്നതിൽ നിന്നും വഴിമാറി പോകുന്ന രീതിയിലുള്ള ഹഠയോഗ സമ്പ്രദായങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കണമെന്നും ഭക്തിയിൽ വരണമെന്നുള്ള ആൾക്കാർ ചിന്തിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണെന്ന് ചൈതന്യ മഹാപ്രഭു അന്ന് തന്നെ രൂപഗോസ്വാമിക്ക് സനാതന ഗോസ്വാമിക്ക് ഉപദേശം നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ യോഗ സമ്പ്രദായത്തിൽ സാധാരണഗതിയിൽ ധ്യാനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ധ്യാനം എന്ന് പറയുന്നത് സത്യയുഗത്തിലെ യുഗധർമ്മമാണ്. ഒരിക്കലും കലിയുഗത്തിൽ അത് പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് തന്നെ യുഗധർമ്മത്തിന്റെ കാര്യം പറയുമ്പോൾ യോഗ സമ്പ്രദായത്തിൽ ഇത് വിഷ്ണു സ്മരണ എന്നുള്ളത്, കണ്ണടച്ചുള്ള തപസ് എന്നുള്ളത് കലിയുഗത്തിൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതല്ല, സത്യയുഗത്തിൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതാണ്. കലിയുഗത്തിൽ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ഹരിയുടെ തിരുനാമ ജപമാണ് എന്നുള്ളത് യോഗ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടതാണ്. അതേപോലെ തന്നെ 5ാമത്തെ പോയിന്റായി രൂപഗോസ്വാമിയോട് ചൈതന്യ മഹാപ്രഭു പറയുന്നത് ജീവജാലങ്ങളോടുള്ള ക്രൂരത. ഇന്ന് നമ്മൾ പല കാരണങ്ങളാൽ വാസുദേവ കുടുംബകം സമസ്ത ജീവവർഗങ്ങൾക്കും വ്യത്യസ്ത ശരീരം, 84 ലക്ഷം ജീവശരീരങ്ങൾ വ്യത്യസ്തമായി ഉണ്ടെങ്കിൽ കൂടിയും അതിനകത്തുള്ള ജീവാത്മാവ് സെയിം എന്ന് പറഞ്ഞാൽ ഒരേ ജീവാത്മാവ് തന്നെയാണ് വ്യത്യസ്ത ശരീരത്തിലൂടെ ഭഗവാന്റെ കൃപയാൽ വ്യത്യസ്ത ശരീര രൂപങ്ങളിൽ അവതരിച്ച് മുന്നോട്ട് വരുന്നത്. പാമ്പായാലും തേളായാലും കൃമിയായാലും കീടമായാലും എല്ലാം അതിനകത്തിരിക്കുന്ന ആത്മാവ് വ്യത്യസ്തമായ നമ്മളാകുന്ന ആത്മാവാണ്. എന്നാൽ അതിന് പുറമേയുള്ള ചട്ടക്കൂട് മാത്രമേ മാറിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ജീവജാലങ്ങളെയും കൊല്ലാനുള്ള അധികാരം നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മനുഷ്യനാണ് വലുത്, മറ്റുള്ള കൃമി കീടങ്ങളെല്ലാം മനുഷ്യന്റെ ആസ്വാദനത്തിന് വേണ്ടിയാന്നുള്ള തെറ്റായ ധാരണ വളരെ എടുത്ത് ഇവിടെ ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുകയാണ്. ജീവജാലങ്ങൾ എന്ന് പറയുന്നത് എല്ലാം ഭഗവാന്റെ തന്നെ സന്തതികളാണ്. ഒരു സന്തതിക്കും മറ്റൊരു സന്തതിയെ കൊല്ലാനുള്ള അധികാരം ഭഗവാൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ജീവജാലങ്ങളോട് ക്രൂരത കാണിക്കാൻ പാടില്ല. ഇൻഡയറക്റ്റ് ആയിട്ട് സൂചിപ്പിക്കുന്നത് നമ്മൾ മാംസാഹാരം കഴിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഭൗതിക ലാഭേച്ഛ, കൂടുതൽ ഭൗതികമായ കാര്യങ്ങളിൽ ആരാണോ നിമഗ്നരായിരിക്കുന്നത് അവർക്ക് ഒരിക്കലും ഭക്തിയിൽ ഉയരാൻ കഴിയത്തില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. കാരണം 10 കിട്ടിയാൽ 100 വേണമെന്നും 100 കിട്ടിയാൽ 1000 വേണമെന്നും 1000 കിട്ടിയാൽ 10,000 വേണമെന്നുള്ള ഒരു ഭൗതികമായ വാഞ്ച പൊതുവെ ജനങ്ങൾക്ക് ഭൗതിക ലോകത്തിലുണ്ട്. എന്നാൽ ഈ വാഞ്ചയിലൂടെ അവരുടെ ജീവിതത്തിന്റെ അവസാനത്തെ നിമിഷം വരെയും
സാമ്പത്തികമായ ലാഭം ഉണ്ടാക്കാനും ഭൗതികമായ ആഗ്രഹങ്ങളെ പുറകെ ഓടുമ്പോൾ ഒരിക്കലും ഭക്തി വളർത്താൻ അവർക്ക് സമയം കിട്ടത്തില്ലാത്തത് കൊണ്ട് എല്ലാം ഒരു ലിമിറ്റിന് മാത്രം മതി എന്നുള്ളതാണ് ചൈതന്യ മഹാപ്രഭു ഇവിടെ നമ്മളോട് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ 7ാമത്തെ പോയിന്റായി പറഞ്ഞിരിക്കുന്നത് ഭൗതികമായ അംഗീകാരത്തിന്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാര് ഹരമുണ്ടാക്കുന്ന ലഹരി ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് നമുക്കുള്ള സ്ഥാനമാനം. ഇന്ത്യൻ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ അതല്ല നമ്മുടെ ഒരു റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി പ്രസിഡന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിലെ പ്രസിഡന്റ് സെക്രട്ടറി ആയിക്കോട്ടെ, അത് അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ഇസ്കോണിലെ തന്നെ പ്രസിഡന്റ് സെക്രട്ടറിഷിപ്പ് ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് ഒരു വളരെ ഹരമുണ്ടാക്കുന്ന ഒരു ലഹരിയാണ്. എന്നാൽ ഇതിന്റെ പുറകെ പോകുമ്പോഴും നമ്മുടെ ഭക്തി നശിച്ചു പോകും എന്ന് ഇവിടെ ചൈതന്യ മഹാപ്രഭു നമ്മളെ ഓർമ്മിപ്പിക്കും. അപ്പൊ ഇനി അടുത്ത 1-2 പാരഗ്രാഫിലും ഇപ്പൊ 7 പോയിന്റ് നമ്മൾ ചർച്ച ചെയ്തു. ഇനി അടുത്ത 2 പാരഗ്രാഫിലൂടെ ശ്രീ ചൈതന്യ മഹാപ്രഭു ഒരു 8 മുതൽ 16 വരെയുള്ള ഭക്തി ലതയ്ക്ക് വളരാനുള്ള തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാം. ഇന്ന് കുറച്ച് തിരക്കാണ് എനിക്ക്, അതുകൊണ്ട് കുറച്ച് നേരത്തെ എനിക്ക് ക്ലാസ് നിർത്തേണ്ടി വരുന്നതിൽ വളരെ സങ്കടപ്പെടുന്നു. മറ്റു ദിവസങ്ങളിൽ ബാക്കി ക്ലാസ്സും കൂടെ കവർ ചെയ്യാനുള്ള ഭാഗ്യം ഭഗവാൻ നമുക്ക് തരട്ടെ. ഇന്നത്തെ ദിവസം നമ്മൾ നേരത്തെ അവസാനിപ്പിക്കുന്നു. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവത ഭഗവത്ഗീത കി ജയ്, ശ്രീലാ പ്രഭുപാദ് കി ജയ്, ശ്രീല ഗുരുദേവ് കി ജയ്, ഗൗര പ്രമാനദേ ഹരി. താങ്ക് യു. വന്നു ചേർന്ന എല്ലാവർക്കും നന്ദി. ഹരേ കൃഷ്ണ.